പാകിസ്ഥാനിൽ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. 300ഓളം ജനങ്ങളാണ് അവിടെ മരിച്ചത്. നമ്മൾ ഒരിക്കലും അവിടുത്തെ ജനങ്ങൾ മരിച്ചതിന് നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്ന ജനങ്ങളാണ് അവർ അല്ലെങ്കിൽ അവർ പാവപ്പെട്ട നിഷ്കളങ്കരായ ജനങ്ങളാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഈ പാകിസ്ഥാനിലെ ഈ ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട ഭരണകൂടം കാരണമാണ് നമുക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത്. സിന്ധു നദീ കരാർ നമ്മൾ റദ്ദാക്കിയതിന് കാരണം അവിടെ വരൾച്ച ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോയത് കർഷകർ പലായനം ചെയ്തു പോയതായിട്ട് അറിയുന്നു. അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം. വരൾച്ചയൊക്കെ അല്ലേ. ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊരു സ്ഥലത്ത്, അതായത് ഖൈബർ പത്തുങ്ക്വ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്രളയം ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഈ പ്രളയവും നമ്മുടെ സിന്ധു നദീ കരാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, പ്രളയവും സിന്ധു നദീജല കരാറുമായി അത്രയധികം ബന്ധമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിജയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സിന്ധു നദീജല ഒരു നയതന്ത്ര പ്രകാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാമുകൾ തുറന്നുവിട്ട സമയത്ത് പാകിസ്ഥാനിലൊരു മിന്നൽ പ്രളയം, അവിടെ വെള്ളം കയറി. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. പാകിസ്ഥാന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരിനെ പോലെയല്ല പാക് സർക്കാർ. അവിടെ ജനങ്ങൾ ജീവിച്ചാലും മരിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അവർക്ക് വിഷയമുണ്ടാവുന്നത് ഭീകരർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സൈനിക ബഹുമതികളോടെ അവരുടെ മൃതശരീരം അടക്കണം, അവരുടെ കുടുംബത്തിന് കോടികളുടെ നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊക്കെയാണ്. അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് ചത്താലും വെള്ളപ്പൊക്കത്തിൽ മരിച്ചാലും പ്രളയം ഉണ്ടായി ഒഴുകിപ്പോയാലും ഒന്നും പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ പ്രശ്നമില്ല. അവിടെ ആഭ്യന്തര കലാപം വരെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. റാവൽകോട്ടയിൽ കഴിഞ്ഞ ദിവസം ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. ഞങ്ങൾക്ക് ജനാധിപത്യം വേണം, നിങ്ങൾ സ്വതന്ത്രരാക്കൂ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പൊക്കോളാം എന്ന് വരെ പറയുന്ന തരത്തിലേക്ക്. സമയത്ത് ഇവരുടെ പട്ടാളക്കാരൻ നമ്മുടെ കയ്യിൽ പിടിയിലായിരുന്നു. പിടിയിലായി അവർ കൊല്ലപ്പെട്ടു. അപ്പൊ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവരുടെ ശരീരം പോലും അവർക്ക് വേണ്ടെന്ന് ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇന്ത്യൻ സൈന്യമാണ് അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിം സൈനികരുണ്ടല്ലോ, അപ്പൊ അവരാണ് ഈ തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്ത് ഈ ബഹുമതികളോടെ അടക്കിയത് സൈനികരാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകും. നമുക്കും ഇവിടെ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്. എം എം മണിയുടെ മുന്നറിയിപ്പിന് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്തുള്ള ചില മുന്നറിയിപ്പുകളുടെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ ഫേസ്ബുക്കിലൂടെയുള്ള മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അതെ, കാരണം 12 മണിക്ക് ജനങ്ങൾ ഉണർന്നിരുന്ന് എം എം മണി എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിരുന്നല്ലോ ജനങ്ങൾ. ഉണർന്നിരുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം. ഉണർന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴേ മുന്നറിയിപ്പ് പ്രളയം, വീട്ടിന്റെ മുമ്പിൽ പ്രളയം, ഫേസ്ബുക്കിൽ കൂടെ ഉണർന്നിരുന്നവരുടെ അവസ്ഥ അവരായിരിക്കും പേടിച്ചത്. മറ്റേ ഉറക്കത്തിലല്ലേ പോയത്. അതെ. അപ്പൊ എന്നിട്ട് ഡാമുകളൊക്കെ തുറന്നു വിട്ട് പിന്നെ മനുഷ്യനിർമ്മിത പ്രളയമൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചവർ നമുക്കിടയിലുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കേന്ദ്രം കൃത്യമായ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ പിന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് കൃത്യമായി തീരദേശങ്ങളിലുള്ളവരും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ സൂക്ഷിക്കുക. പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട് ഒക്കെ വരുന്നുണ്ട്. ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില പോസ്റ്റുകൾ കണ്ടത്. അതായത് ഇവിടെ നമുക്ക് ചില പാകിസ്ഥാൻ പ്രേമികളുള്ള കാര്യം അറിയാം, പോലെ ഉണ്ടത്. പാകിസ്ഥാനിൽ നമ്മളെ സ്വരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും അയൽ രാജ്യം എന്നാണ് പേരിടേണ്ടത്. കാരണം ചൈനയോടും പാകിസ്ഥാനോടും അദ്ദേഹത്തിന് സ്നേഹം. അപ്പൊ സ്വരാജ് എന്നുള്ള പേര് മാറ്റി ഇടയ്ക്ക് പലസ്തീനോടുണ്ട്. ഗാസയുടെ ആളുകൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. യുക്രൈനിലെ ആളുകൾക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. നിലവിളിക്കൂല, യുക്രൈനിന് വേണ്ടി നിലവിളിക്കൂല. അന്ന് ചെയ്യുന്ന റഷ്യയാണ്. അതെ, അത് ഓർക്കണം. അപ്പൊ അയൽരാജൊക്കെ വന്ന് ഇങ്ങനെ പറയാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ഇപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ത്യ ആണ് ഇത് ചെയ്തത്. കാരണം അവിടെ എന്ത് സംഭവിച്ചാലും ഇന്ത്യ ചെയ്തതാണെന്നല്ലോ പാകിസ്ഥാനിൽ. ഈ ഖൈബർ പത്തുങ്ക്വയിൽ തന്നെ ഈ നമ്മുടെ ബലൂച്ചികൾ പിടിച്ചോണ്ട് പോയി, കുറച്ച് സൈനികരെ പിടിച്ചോണ്ട് പോയി വധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് അസീം മുനീർ, ഇന്ത്യയാണ് ഇത് ചെയ്തത്, നമ്മൾ തിരിച്ചടിക്കുമെന്ന്. കാരണം ആളുകൾ അവിടുത്തെ ആളുകൾ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അവർ പറഞ്ഞേക്കുന്നു എന്നൊക്കെ പറയും. ഇന്ത്യ അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞു. ഇന്ത്യ പറഞ്ഞു, ഈ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിനക്ക് തോന്നുന്നതെന്ന് അറിയാമോ, നമ്മളായിരിക്കും ചെയ്തതെന്നുള്ളത്, അത് നീ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം. ഇതിലൊന്നും മോദിയൊന്നും മറുപടിയൊന്നും പറയില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ പരിപാടിയാണ്. അതായത് സിന്ധു നദീ കരാറുമായിട്ട്, അതാണ് ഞാൻ ചോദ്യത്തിൻ്റെ ആദ്യം അങ്ങനെ ചോദിച്ചത്. സിന്ധു നദീ കരാറുമായിട്ട് ബന്ധപ്പെടുത്തി, സിന്ധു നദീ കരാറുമായിട്ട് അവിടെ വരൾച്ച ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ അവിടുന്ന് ഈ ഫ്ലോ കൺട്രോൾ ചെയ്യണം.
ഈ പ്രളയമായിട്ട് ഇതിന് ബന്ധമില്ല, പക്ഷെ അത്തരത്തിലുണ്ട് എന്നുള്ള രീതി. കാരണം ഈ 300 ജീവനുകളെ കൊന്നൊടുക്കി ഇന്ത്യ സർക്കാർ, അങ്ങനത്തെ ഒരു നരേറ്റീവ് വരുന്നുണ്ട്. ഇതിനെ സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇതിനോടുള്ള ഈ കാഴ്ചപ്പാട് ഇതിനെങ്ങനെയാണ് മറുപടി പറയുന്നത്? അല്ല, ഈ വിവരമില്ലായ്മയ്ക്കൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ്? മഴ പെയ്യുന്നത് അത് പ്രകൃതിയുടെ ഒരു ഇതാണ്. അവിടെ സുരക്ഷ ഉണ്ടാക്കേണ്ടത് അവിടുത്തെ സർക്കാരാണ്, അവിടുത്തെ ജനങ്ങൾക്ക്. ഇപ്പോൾ നമുക്കറിയാം, റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു പ്രവാചകയുടെ, ഒരു പ്രവചനം നടത്തുന്ന സ്ത്രീയുടെ പ്രവചനമുണ്ടായി. ജപ്പാനിൽ പിന്നെ പുലർച്ചെ 4:15 വലിയ ഭൂകമ്പം ഉണ്ടാകും, വലിയ സുനാമി തിരമാലകൾ അടിക്കുമെന്ന്. ജപ്പാൻ സർക്കാർ അതിനുവേണ്ടി 30,000 കോടി അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കിയിരുന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സർക്കാർ അത്തരത്തിൽ മുന്നറിയിപ്പ് കിട്ടിയാൽ ഇന്ത്യൻ സർക്കാർ അതിൻ്റെതായ രീതിയിൽ ആ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അസീം മുനീർ യുദ്ധം വന്നാൽ ബങ്കറിൻ്റെ അകത്തിരിക്കും. ഷഹബാസ് ഷെരീഫ് ഇവിടെ നിന്ന് നേരെ പിന്നെ വിട്ടിട്ട് മറ്റേ ഏതെങ്കിലും രാജ്യത്ത് പോയിരിക്കും. അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം കുടുംബാംഗങ്ങളെയും കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ആഘോഷിക്കും. ഇവിടുത്തെ പാവപ്പെട്ട സൈനികർ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിരിക്കുന്ന അടിയും വാങ്ങിച്ചുകൊണ്ട് അവന്മാരിവിടെ കിടന്ന് പിന്നെ അടികൊള്ളേണ്ട അവസ്ഥ വരും. ഇതാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ പട്ടിക്ക് പോലും വിലയില്ലാത്ത രീതിയിലാണ് അവിടുത്തെ ജനങ്ങളെ കാണുന്നത്. ആ ജനത്തെ ആ തരത്തിൽ ഒരു ജനാധിപത്യമില്ലാത്ത രാജ്യത്ത്, ജനാധിപത്യമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യത്ത് എന്ത് ജനാധിപത്യമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? മഴ പെയ്താൽ എന്ത്, മഴ പെയ്തില്ലെങ്കിൽ എന്ത്, ജനങ്ങൾ മരിച്ചു, അവർക്ക് 300 പേർ മരിച്ചതെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യക്കാരായ നമുക്കൊരു സഹതാപം തോന്നും. നമ്മുടെ അയൽരാജ്യമാണ്, ശത്രു രാജ്യമാണെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് ഇന്ത്യക്കാർക്ക് ഒരു ശത്രുതയില്ല. കുറച്ചു നാൾ മുന്നേ ഒരു എന്ത് ജീവിയുടെ അറ്റാക്കാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് ഓർമ്മയുണ്ട്? വെട്ടുകിളി ആക്രമണം അല്ലെ? വെട്ടുകിളിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ അത് ഇന്ത്യയിലേക്കും വരുമെന്നൊക്കെ ഒരു ഭയപ്പാട് നമ്മൾ കാത്തിരുന്ന ഒരു സമയമായിരുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾ എന്താണ് ചെയ്തതെന്നറിയാം? ഈ വെട്ടുകിളിയെ പിടിച്ച് ബിരിയാണി വെച്ച് കഴിച്ചു. അതായത് ഇത് ഹോട്ടലുകളിൽ ഇത് വ്യാപകമായി ഇത് ചെയ്യാൻ തുടങ്ങി. ഇത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ. ഇത് ഒരു സിനിമയിൽ, എനിക്ക് തോന്നുന്നു സൂര്യയുടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്, ഈ വെട്ടുകിളി ആക്രമണം. അപ്പോൾ ഈ സർക്കാരൊന്നും ചെയ്തില്ല, അവിടുത്തെ ജനങ്ങളാണ് അത്. അതായത് നമ്മൾ നാട്ടിൽ പ്രളയം വന്ന സമയത്ത് പിണറായി വിജയൻ അയ്യോ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞിരുന്ന സമയത്താണല്ലോ ഈ കേന്ദ്ര സൈന്യവും മത്സ്യത്തൊഴിലാളികളും വോളണ്ടിയേഴ്സ് ചെറുപ്പക്കാരെല്ലാവരും സന്നദ്ധമായി പ്രവർത്തിച്ച് ഇത് അപ്പോൾ ഉടനെ കാർട്ടൂണൊക്കെ വന്നു. ഇദ്ദേഹം കേരളത്തിന്റെ വെള്ളത്തിന്റെ അടിയിൽ പൊക്കിക്കൊണ്ടു പോകുന്ന, അത് ഈ കമ്മികൾ അടിച്ചിറക്കിയ കാർട്ടൂണായിരുന്നു. അദ്ദേഹം കാരണമാണ് തന്നെ ഇവിടെ വന്നതെന്നുള്ള വേറൊരു കാര്യം. ഓക്കെ, അപ്പം അത് തൽക്കാലം നമ്മൾ പറയുന്നില്ല. ഓക്കെ, അല്ല അപ്പം എന്തായാലും ആലോചിച്ച് നോക്ക്, ഭൂമിക്കടിയിലേക്ക് വെള്ളത്തിനടിയിലേക്ക് പോയ കേരളത്തെ പിണറായി താങ്ങിക്കൊണ്ട് വരുന്ന ഒരു പക്ഷെ വേറെ വരയ്ക്കുന്ന സമയത്ത് അവന് ഉളുപ്പ്, വരയ്ക്കുമ്പോൾ ഉളുപ്പ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അവനൊക്കെ ശരീരം തുറന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ തലച്ചോറൊക്കെ വലിയ ഉളുപ്പ് എവിടെയാണ്, ഉളുപ്പില്ല. ഓക്കെ, ശരി പറഞ്ഞ് നമ്മൾ അങ്ങനെ കീഴകീറി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കവർ പേജിലൊക്കെ ഇട്ടിടണമെന്നല്ല, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോ പാകിസ്ഥാനിൽ സംഭവിച്ചത് മേഘ വിസ്ഫോടനമാണ്, മിന്നൽ പ്രളയമാണ്. കമന്റില്ലേ ഇതിൽ പലരും വന്ന് കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വീഡിയോയില് എന്തിനാണ് പിണറായി പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞു. ആ രാഷ്ട്രീയമാണ് പറയുന്നത്. അതെ, അപ്പോ ഇത് ഇന്ത്യ ചെയ്തതൊന്നും അല്ല പാകിസ്ഥാനില്. അത് സ്വാഭാവികമായി പ്രകൃതി ദുരന്തം ഉണ്ടായതാണ് പാകിസ്ഥാനിലെ മേഘവിസ്ഫോടനം. അതായത് ഒരു പർവ്വതം പൊട്ടിത്തെറിച്ച് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. അവിടുത്തെ സർക്കാർ അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗൗരവമായ തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാത്തത് കൊണ്ടാണ് 300 പാവങ്ങളുടെ ജീവൻ നഷ്ടമായത്. ആ നഷ്ടമായ പാവങ്ങളോട് ഞങ്ങൾക്ക് അനുകമ്പയുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സർക്കാരുകൾ ഇങ്ങനെ ആയാൽ എന്താണ് നിങ്ങൾ പറയുക?